കുവൈത്തിൽ ഇത് പൊതുമാപ്പ് കാലമാണ്. പിന്നിട്ട കുറേ വർഷങ്ങളായി മലയാളികൾ ഉൾപ്പെടെ അനധികൃത ഇന്ത്യക്കാർ കാത്തിരുന്നതാണ് ഈ പൊതുമാപ്പിനെ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് എംബസിയിലും മറ്റു കേന്ദ്രങ്ങളിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. തീർച്ചയായും ഈ കുറഞ്ഞ പരിധിയിലേക്കുള്ള പൊതുമാപ്പിനെ ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. സാമൂഹിക സന്നദ്ധ സംഘടനകൾക്ക് ഈ ഘട്ടത്തിൽ വലിയ ഉത്തരവാദിത്തമാണുള്ളതും. ഒന്നും രണ്ടുമല്ല, 1,54,000 വിദേശികളാണ് അനധികൃതമായി കുവൈത്തിൽ തങ്ങുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഇവരിൽ 30,000 പേരെങ്കിലും ഇന്ത്യക്കാരാണ്. പല കാരണങ്ങളാൽ അനധികൃതരായി മാറിയ മനുഷ്യർ, സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിപ്പോയവരും, കമ്പനി കരിമ്പട്ടികയിലായതു കാരണം വഴിയാധാരമായവരും, സാമ്പത്തിക പ്രയാസം മൂലം വിസ പുതുക്കാൻ സാധിക്കാതെ പോയവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. ഒടുവിൽ ഭരണകൂടത്തിന്റെ കാരുണ്യം ഈ മനുഷ്യരെ തേടി വീണ്ടും എത്തുകയാണ്. 7 വർഷത്തിനുപുറം വീണ്ടും ഒരു പൊതുമാപ്പ് യാഥാർത്ഥ്യമാവുമ്പോൾ പിഴയൊടുക്കാതെ നാടുപിടിക്കാനുള്ള വെമ്പലിലാണ് ഈ മനുഷ്യർ. പിഴയോ ശിക്ഷാ നടപടികളോ കൂടാതെ കുവൈത്ത് വിടാൻ ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്താനുള്ള ധൃതിയിലാണ് പലരും. ഓരോ വീടുകളിൽ ഇങ്ങനെ കഥാമുകളായിട്ട് വന്നു നിന്നിട്ട് ഇപ്പോൾ കുവൈറ്റ് വീട്ടിലാണ് വന്നു നിന്നതിന് ശേഷം അവർ വളരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് അവിടുന്ന് ചാടിയ ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഫെബ്രുവരി 22-ന് ഇളവ് കാലം അവസാനിക്കും. 2011-ൽ പ്രഖ്യാപിച്ച പൊതുമാപ്പ് 3 മാസം നീണ്ടുനിന്നിരുന്നു. എന്നിട്ടും വേണ്ട പ്രതികരണമുണ്ടായില്ല. അനധികൃത താമസക്കാരിൽ 25% പേർ മാത്രമാണ് അന്ന് ഇളവ് പ്രയോജനപ്പെടുത്തിയത്. ഇത്തവണ നല്ല അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയൊരു പൊതുമാപ്പ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഖറാഫി നാഷണൽ കമ്പനി പ്രതിസന്ധിയിലകപ്പെട്ട കാര്യം നമുക്കറിയാം. ഇവിടെയുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ പിഴ ഒഴിവാക്കി നൽകണമെന്ന് കഴിഞ്ഞ മാസം കുവൈറ്റ് സന്ദർശിച്ച കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ് അഭ്യർത്ഥിച്ചിരുന്നു. അനുകൂല മറുപടി ഉണ്ടാകുമെന്ന പ്രത്യാശയിലാണ് മന്ത്രി മടങ്ങിയത്. VK സിംഗിന്റെ സൻആ സന്ദർശനം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്ക് പൊതുമാപ്പിലൂടെ പോകാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്ന്. കാരണം ഞങ്ങൾ അത്രയ്ക്ക് ദുഃഖങ്ങളാണ് അനുഭവിക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ഒരു പൊതുമാപ്പ് വന്നിട്ടില്ല. കാരണം ഞാൻ 8 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എൻ്റെ മക്കളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കാണാനൊക്കെ ഭയങ്കര ആഗ്രഹത്തിലിരിക്കുന്നതാണ്. കഷ്ടിച്ച് 3 ആഴ്ച മാത്രം. അതിനുള്ളിൽ പരമാവധി പേർക്ക് നാടടയാൻ വഴിയൊരുക്കുന്ന തിരക്കിലാണിപ്പോൾ പ്രവാസി കൂട്ടായ്മകൾ. അതേസമയം കുവൈത്തിലെ ഇന്ത്യൻ എംബസി വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചോ ഇല്ലെന്ന പരാതിയാണ് പല കോണിൽ നിന്നും ഉയരുന്നത്. പൊതുമാപ്പിന്റെ ഇളവ് തേടി ആദ്യ ദിനം തന്നെ ആയിരങ്ങളാണ് ഇന്ത്യൻ എംബസിയിൽ ഔട്ട് പാസിനായി എത്തിയത്. വർദ്ധിച്ച തിരക്ക് പോലും മുൻകൂട്ടി കാണാൻ എംബസി അധികൃതർക്കായില്ല. വലിയ വീഴ്ച തന്നെയാണിത്. ഏകദേശം 4000-ലധികം ആളുകൾ ഇന്ത്യൻ എംബസിയിൽ വന്നിട്ടും അവർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള ഒരു സൗകര്യം പോലും ഒരുക്കി കൊടുക്കാൻ ഇന്ത്യൻ എംബസിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ അവർക്ക് കുടിക്കാനുള്ളൊരു വെള്ളം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആളുകളുടെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അവർക്ക് 4-ാം തീയതി, 8-ാം തീയതി, 12-ാം തീയതി എന്നുള്ള രീതിയിലേക്ക് ഔട്ട് പാസ് ഇഷ്യൂ ചെയ്യാനുള്ള സമയം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് എമിഗ്രേഷന് പോയി അവിടുന്ന് ക്ലിയറൻസ് വരുമ്പോൾ അവർക്ക് ഈ സമയപരിധിക്കുള്ളിൽ ഇത് തീർക്കാൻ പറ്റുമെന്നുള്ള സംശയമുണ്ട്. വിവിധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും സ്വന്തം നിലയ്ക്ക് ഒരുക്കിയ ഹെൽപ്പ് ഡെസ്കുകളാണ് ആളുകൾക്ക് തുണയായത്. പാസ്പോർട്ടും കൊടുത്ത് ഇക്കാമ അടിക്കാൻ വേണ്ടി പണവും പാസ്പോർട്ടും കൊടുത്തിട്ട് ഇത്രയും കാലം 10 വർഷമായിട്ട് പോലും ഇക്കാമ അടിക്കാത്തവരും കൂട്ടത്തിലുണ്ട്. അതും കൂടാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചാടിയവരും, അങ്ങനെയും ധാരാളം കേസുകൾ ഇവിടെ വരുന്നുണ്ട്. പല വിദേശ എംബസികളും തങ്ങളുടെ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ സൗജന്യ വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ 5 ദിനാർ ഫീസ് ഈടാക്കി നൽകുന്ന എമർജൻസി സർട്ടിഫിക്കറ്റിന് പോലും 5-6 ദിവസം കാത്തിരിക്കണമെന്നാണ് നമ്മുടെ എംബസിയുടെ നയം. ഫിലിപ്പൈൻ ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് പൊതുമാപ്പ് സമയത്ത് അവർക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ. പൊതുമാപ്പിൽ നാട്ടിലേക്ക് പോകുന്നവർക്ക് പുതിയ വിസയിൽ തിരിച്ചു വരുന്നതിന് തടസ്സമുണ്ടാവില്ല. ഫെബ്രുവരി 22-ന് ശേഷം നിയമപരമല്ലാതെ കുവൈത്തിൽ തുടരുന്നവർക്ക് കടുത്ത പിഴയും ശിക്ഷയും ഉറപ്പാണ്. പിടികൂടി നാടുകടത്തിയാൽ പിന്നെ കുവൈത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല.
പൊതുമാപ്പ് കഴിഞ്ഞാൽ പരിശോധന ശക്തമാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മതിയായ താമസരേഖകളില്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരും ഇളവുകാലം പ്രയോജനപ്പെടുത്തണം. അനധികൃത താമസക്കാർക്ക് ഇത് ലാസ്റ്റ് ബസ്സാണ്.